മലപ്പുറത്തുള്ള ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ മരണകാരണം എന്ന് പറയപ്പെടുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പിന്നീട് ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ ബസ് എടുക്കുകയും അങ്ങനെ അതിലെ ഡ്രൈവറും ക്ലീനറും ഇറങ്ങി വന്ന് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള അബ്ദുൾ ലത്തീഫിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മർദ്ദിച്ചതിന് ശേഷം അതിൽ പരാതി കൊടുക്കാനായി അബ്ദുൾ ലത്തീഫ് മലപ്പുറത്തേക്ക് എത്തി. അങ്ങനെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയ ഉടൻ തന്നെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ ആ മർദ്ദനം തന്നെയാണോ ഈ ഒരു മരണകാരണം എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. ഇപ്പോൾ മോർച്ചറിയിലാണ് അബ്ദുൾ ലത്തീഫിന്റെ മൃതദേഹം ഉള്ളത്. ഇവിടുത്തെ ഒരു അദ്ദേഹത്തിന്റെ അയൽവാസി ചേരുകയാണ് കൂടെ. എന്ത് സംഭവിച്ചു എന്നാണ് അറിയുന്നത്? അതെ, അദ്ദേഹം ബസ് കയറിയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറുകെ ബസ് വന്നിട്ട് അദ്ദേഹത്തെ ചങ്കിൽ പിടിച്ചിട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത്. ജ്യേഷ്ഠനെ വിളിച്ചിരുന്നു, ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്, അവരുടെ ചങ്ക് പിടിച്ച് നോക്കിയിട്ടുണ്ട്, ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട്. ആ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ താലൂക്ക് ആശുപത്രിയിൽ വന്നതാണ്. വന്ന സമയത്ത് അദ്ദേഹം കുഴഞ്ഞു വീണെന്ന് മനസ്സിലായത്. ഇവിടെ അഡ്മിറ്റ് ആവാൻ വേണ്ടി വന്നതാണ് തീർച്ചയായിട്ടും. അടക്കി പിടിക്കാൻ കഴിയാത്ത ദേഷ്യം, നമ്മളെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് ആ ഒരു ബസ്സുകാരന്. അദ്ദേഹത്തിനുള്ള ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കുടുംബനാഥനും പോയി, അതായത് ആ ഓട്ടോറിക്ഷക്കാരൻ മരിച്ച് എന്നുള്ള വീഡിയോ നമ്മൾ അറിഞ്ഞു, ന്യൂസൊക്കെ കണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പോയി, അതുപോലെ ഈ ബസ്സുകാരൻ്റെ കുടുംബത്തിനും പോയി. ഇനി സോഷ്യൽ മീഡിയ വഴി എത്രയോ ആളുകളാണ് പൊങ്കാലിടുന്നത്. അപ്പം നമ്മളിൽ നിന്നുണ്ടാകുന്ന ദേഷ്യത്തെ അടക്കി പിടിച്ചു കഴിഞ്ഞാൽ പല വിപത്തും ഇല്ലാണ്ടാവും.